മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിക്കപ്പെട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് UDF രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച കേസിൽ സുപ്രധാന വിധി പുറത്തുവരുന്നത്. KM മാണിക്ക് ബാർ ഉടമകൾ 1 കോടി രൂപ കോഴ നൽകിയെന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 31-നാണ് ബിജു രമേശ് നടത്തിയത്. മാണിയെ കൂടാതെ മറ്റ് മന്ത്രിമാർക്കും പണം നൽകിയിരുന്നെന്ന് ബാർ ഉടമകളുടെ സംഭാഷണം പുറത്തുവന്നത് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ചിരുന്നു. 5 കോടി ചോദിച്ചപ്പോൾ അസോസിയേഷൻ ആദ്യം കൊണ്ടുപോയി കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. രണ്ടാമത്തെ ക്യാബിനറ്റിലേക്ക് പോവുകയും അതിൻ്റെ ഇടവേള സമയത്താണ് ബാക്കി 85 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കുകയും ബാക്കി പിന്നെ തരാമെന്ന് വാഗ്ദാനവും കൊടുത്തിട്ട് അവർ പോകുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 31-ന് രാത്രി 10:30-ന് ബിജു രമേശ് ഉന്നയിച്ച ഈ ആരോപണത്തിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ബാർക്കോഴ കേസിന്റെ തുടക്കം കുറിച്ചത്. ആരോപണം ഉന്നയിക്കപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് കത്തയച്ചു. തുടർന്ന് ത്വരിത പരിശോധന നടത്തിയ വിജിലൻസ് മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ശുപാർശ ചെയ്തു. പിന്നാലെ വിജിലൻസ് തേടിയ നിയമോപദേശവും ലളിതകുമാരി കേസും മാണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാരിനെ നയിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബർ 11-ന് മാണിക്കെതിരായ FIR തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. തുടർന്ന് 7 മാസത്തോളം നീണ്ട വിശദമായ അന്വേഷണം. ഒടുവിൽ KM മാണി 2 ദിവസങ്ങളിലായി 25 ലക്ഷം രൂപ ബാർ ഉടമകളിൽ നിന്ന് കോഴ വാങ്ങിയെന്ന കണ്ടെത്തൽ. അഴിമതി നിരോധന നിയമത്തിലെ 7, 13 ക്ലോസ് 1, 13 ക്ലോസ് 2 വകുപ്പുകൾ പ്രകാരം KM മാണിയെ കുറ്റവിചാരണ ചെയ്യണമെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സുകേശൻ വസ്തുതാവിവര റിപ്പോർട്ട് തയ്യാറാക്കി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയുള്ള അന്തിമ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. കോടതി വിധി എന്തായാലും ബാർക്കോഴ കേസിലെ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത. റിപ്പോർട്ടർ തിരുവനന്തപുരം.